ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ചിക്കൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ടോപ്പിക്കൊന്നുമല്ല, എന്തായാലും ചെറിയൊരു കാര്യമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അതായത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അമ്മമാരോട് നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടും, അമ്മയുടെ ഫുഡിനെ കുറ്റം പറയും, അതും ഇതുമൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ വില മനസ്സിലാവുന്നൊരു സമയം വരുമെന്ന് അമ്മ നമ്മളോട് അപ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു ടൈം വരും. നമുക്കിപ്പം നമ്മുടെ കൂടെ അമ്മയുള്ളപ്പം നമുക്ക് ആ വില മനസ്സിലാവത്തില്ല. പക്ഷേ അമ്മ ഇല്ലാത്തൊരു സമയം, അമ്മ കൂടില്ലാത്തൊരു സമയം, അമ്മ മരിച്ചു പോയിട്ട് അങ്ങനെയല്ല കേട്ടോ, അമ്മ കൂടില്ലാത്തൊരു സമയം, നമ്മൾ വേറെ താമസിക്കുമ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സമയത്ത് നമുക്ക് അമ്മയുടെ ഒരു വിഷമം മനസ്സിലാവും. ആ സമയത്ത് അമ്മയുടെ ഫുഡ് കഴിക്കാൻ നമുക്ക് ആഗ്രഹം തോന്നും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമുക്ക് അമ്മ ചെയ്തു തന്നിട്ടുള്ള പല കാര്യങ്ങളും ആ സമയത്ത് ചെയ്തു തരാൻ നമുക്ക് ആരും ഉണ്ടായിരിക്കണമെന്നില്ല. ആ സമയത്ത് അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കെയർ ചെയ്ത് നോക്കുന്ന പോലെ ആ സമയത്ത് നമ്മളെ വേറെ ആരും കെയർ ചെയ്ത് നോക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ കൂടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അമ്മായിയമ്മ നമ്മുടെ സ്വന്തം അമ്മയെ പോലെ ആവണമെന്നില്ല. ചില വീട്ടിലൊക്കെ ലക്ക് പോലെ ഇരിക്കും, നല്ല അമ്മായിയമ്മയെ കിട്ടും, സ്വന്തം അമ്മയെ പോലെ കാണാൻ പറ്റുന്ന അമ്മേനെയൊക്കെ കിട്ടാറുണ്ട്, നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അമ്മയെ കിട്ടാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അതുപോലുള്ള അമ്മായിയമ്മയെ കിട്ടണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ അമ്മേനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, നമുക്കൊരു വയ്യാഴിക വരുമ്പോൾ അമ്മ കൂടിരുന്ന് ഉറക്കം ഉളച്ച് നമ്മളെ നോക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ. നമുക്കൊന്ന് വയ്യെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പെട്ടെന്ന് അയ്യോ മോളെ എന്ത് പറ്റി, വയ്യെന്ന്, നമുക്ക് ആശുപത്രി പോവാം, അല്ല നിനക്ക് വയറുവേദന, അയ്യോ എന്നാൽ മോൾ കിടന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം കെയറിങ് ഉണ്ട്. അത് നമ്മുടെ അമ്മമാർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. എല്ലാ അമ്മായിയമ്മമാരും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നല്ലവരും അതിൻ്റെ ഇടയിലുണ്ട്. ഇതുപോലെ തന്നെ സ്വന്തം മോളെ പോലെ കരുതുന്നവരും ഒരുപാടുണ്ട്. പക്ഷേ എന്നാലും അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ആ അമ്മയുടെ കെയറിങ്, നമ്മുടെ സ്വന്തം അമ്മയുടെ കെയറിങ് നമുക്ക് മറ്റാരിൽ നിന്നും കിട്ടണമെന്നില്ല. പിന്നെ അമ്മയുടെ സ്ഥാനം നമ്മൾ കൊടുക്കുന്ന ചിലവരുണ്ട്. അത് നമ്മളൊരു വയറ്റിൽ പറഞ്ഞിട്ടല്ല, അല്ല നമ്മൾ അമ്മയുടെ സ്ഥാനം കൊടുക്കുന്ന കുറേ പേര് നമ്മുടെ സമൂഹത്തുണ്ട്. ചിലപ്പോൾ അമ്മയില്ലാത്ത കുട്ടികൾക്ക് മറ്റൊരാളായിരിക്കും ആ അമ്മയുടെ സ്നേഹവും കരുതലൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരും ഒരുപാട് പേരുണ്ട്, നല്ലവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മുടെ അമ്മമാരെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്ത് കാര്യമായിക്കോട്ടെ, ചെറിയൊരു കാര്യത്തിന് പോലും അമ്മമാരെ കുറ്റപ്പെടുത്തരുത്, അമ്മമാരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. കാരണം നാളെ നിങ്ങൾ അത് ഓർത്തിരുന്ന് ദുഃഖിക്കും. അങ്ങനെ ഒരു സമയം വരും. എനിക്ക് തന്നെ എൻ്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം പല പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു ടൈമിൽ അമ്മ കൂടിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് ടൈമുകളുണ്ട്. ആ സമയത്ത് അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല, നമുക്ക് വിളിച്ച് സംസാരിക്കാം. പക്ഷെ എന്ന് പറഞ്ഞാൽ കൂടിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സാണ്. അത് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇത് നമ്മുടെ ലൈഫിൽ വരും. കാരണം അമ്മമാർക്ക് തുല്യ അമ്മമാർ മാത്രം. കാരണം എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ നല്ലപോലെ എൻ്റെ അമ്മയോട് ഷൗട്ട് ചെയ്യുമായിരുന്നു. അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല. ഇപ്പോഴും ഞാൻ അമ്മയെ വിളിച്ച് ഷൗട്ട് ചെയ്യാറുണ്ട്. ഫോണിൽ കൂടെയൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കും, കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, നമുക്ക് നമ്മുടെ അമ്മ വലുതാണെന്ന് തോന്നുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ അമ്മമാരെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആ സമയത്ത് വിഷമിപ്പിച്ച് പിന്നീട് നമ്മൾ അത് ഓർത്ത് ദുഃഖിക്കും. കാരണം ഞാൻ തന്നെ എൻ്റെ അമ്മ ഓരോന്ന് പറഞ്ഞതിന് ശേഷം പിന്നിരുന്ന് വിഷമിക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ നമ്മുടെ അമ്മമാരെ ഒന്നും പറയാൻ പാടില്ല. കാരണം നമ്മൾ അതോർത്ത് ദുഃഖിക്കുന്നൊരു സമയം വരും. എനിക്കുണ്ടായ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം. കാരണം എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ, ഞാൻ തന്നെ വീട്ടിലിരുന്നപ്പോൾ, വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ വീട്ടിലിങ്ങനെ തന്നെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ എൻ്റെ അമ്മേനെ ഒന്ന് കാണണം, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം, അല്ല എൻ്റെ അമ്മ കൂടിരുന്ന്, നമുക്ക് വയ്യെന്നൊക്കെ പറയുമ്പോൾ അമ്മ അടുത്തിരുന്ന് മോളെ എങ്ങനെയുണ്ട് നമ്മുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തൊട്ട്, ആ ഒരു സമയമുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും മിസ് ചെയ്യും. അപ്പം എനിക്കത് ശരിക്കും മിസ് ചെയ്തു. ഇന്ന് ഞാൻ തന്നെ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും അത് മിസ് ചെയ്തു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു, അമ്മ എൻ്റെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കുക, എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നതൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് മെസ്സേജൊക്കെ അയച്ചു. അപ്പം അങ്ങനൊരു ഇത് വന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു, അല്ലെ അമ്മയോട് അങ്ങനെ പറഞ്ഞു എന്നൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ അമ്മമാർ മാത്രമല്ല അച്ഛന്മാരോടും ദേഷ്യപ്പെടാൻ പാടില്ല. നമുക്ക് പേഴ്സണലായിട്ട് ഒരാൾ കൂടുതലൊരു ഇൻട്രസ്റ്റ് അല്ലെ ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ, അച്ഛൻ അമ്മ അതിൽ ഒരാളോടായിരിക്കും നമുക്ക് കൂടുതൽ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന അങ്ങനെ ഒരു ഇത്. എനിക്ക് പപ്പയായിരുന്നു ചെറുപ്പം തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പപ്പയായിരുന്നു. പിന്നെ ഇപ്പം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയോടൊരു പ്രത്യേകതരം ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നി. എൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും അമ്മ. അപ്പം എനിക്കങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മമാരോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഫുഡ് മോശമാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ അമ്മയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നോക്കുക. നമ്മുടെ അമ്മ നോക്കുന്ന പോലെ നമ്മളെ വേറെ ആരും നോക്കണമെന്നില്ല. അമ്മ നല്ല രീതിക്ക് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തരും, നമുക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരും, ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ അമ്മ നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ്.
അപ്പോൾ ഒരിക്കലും അമ്മമാരെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തൊന്നുമല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നി, നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം, നിങ്ങളോടും കൂടി പങ്കുവെക്കണം തോന്നി. എനിക്ക് വേറെ ഒരുപാടൊന്നും പറയില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയത് അത് അമ്മ തന്നെ ആയിരിക്കണമെന്നില്ല, നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതര ഇഷ്ടവും കാര്യങ്ങളും തോന്നുന്ന ഒരാളുണ്ടാവും നമ്മുടെ ലൈഫിൽ. അപ്പം അവരെ മാക്സിമം വിഷമിപ്പിക്കാതിരിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇരിക്കുമ്പോൾ കുറ്റബോധം, വിഷമവും കാര്യങ്ങളൊക്കെ വരും. കാരണം അവരോട് എന്തിന് നമ്മളങ്ങനെ പറഞ്ഞു, അവരുടെ വില മനസ്സിലാവുന്നൊരു ടൈം നമ്മുടെ ലൈഫിൽ വരും. എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ ഒക്കെ എൻ്റെ അമ്മ പറയും, എൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു സമയം നിനക്ക് വരും വരും വരുമെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ പറയും, നിൻ്റെ ഈ ദേഷ്യമൊക്കെ എത്ര നാളുണ്ടാവും, മറ്റൊരു വീട്ടിൽ കെട്ടിച്ച് വിടുമ്പോൾ കാണാം എന്നൊക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് സത്യമായൊരു കാര്യമാണ്. അമ്മയുടെ വില മനസ്സിലാക്കിയൊരു ടൈമാണ്. കാരണം അമ്മ കൂടിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമുക്കൊരു വിഷമവും കാര്യങ്ങളൊന്നും വേണമല്ലോ. നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരുന്ന്, നല്ല ഹാപ്പിയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹാപ്പി സന്തോഷത്തോടാണ് ഇരിക്കുന്നത്. എന്നിട്ടാണ് അമ്മയെ പെട്ടെന്ന് മിസ് ചെയ്തത്. കാരണം അതാണ് അമ്മമാരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കെയറിങ്ങും കാര്യങ്ങൾ നമ്മൾ അത്ര അധികം ആ ഒരു സമയത്ത് എൻജോയ് ചെയ്തത്. നമ്മുടെ ഈ ഒരു ചെറുപ്രായത്തിൽ അമ്മമാർ വഴക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഓർക്കുമ്പോൾ നല്ല രസകരമായിരിക്കും. നമുക്ക് ആ ഒരു പ്രായത്തിൽ വിചാരിക്കുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അമ്മ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ, ഒരിക്കലും അവരെ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ കൂടുതൽ ഒരുപാടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.